ചൂരൽമലയിലും മുണ്ടക്കയിലും രക്ഷാപ്രവർത്തനം നടത്തുന്നവർക്ക് ഭക്ഷണം ലഭിക്കുന്നില്ല എന്നത് വ്യാജ പ്രചാരണമാണെന്ന് വയനാട് ജില്ലാ കളക്ടർ DR മേഘശ്രീ. ഓരോ ദിവസവും ആവശ്യമായ ഭക്ഷണം പാചകം ചെയ്ത് കൃത്യമായി എത്തിച്ചു വിതരണം ചെയ്യുന്നുണ്ടെന്നും കളക്ടർ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. സന്നദ്ധ പ്രവർത്തകർക്കോ പുറത്തുള്ളവർക്കോ ഭക്ഷണം പാചകം ചെയ്ത് നേരിട്ട് വിതരണം ചെയ്യാൻ അനുവാദമില്ല. കളക്ഷൻ പോയിന്റിൽ ഏൽപ്പിക്കുന്ന ഭക്ഷണവും കൃത്യമായി വിതരണം ചെയ്യുന്നുണ്ട്. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധിച്ചതിന് ശേഷമാണ് ഭക്ഷണം വിതരണം ചെയ്യുന്നത്. പഴകിയ ഭക്ഷണവും ഗുണമേന്മയില്ലാത്ത ഭക്ഷണവും വിതരണം ചെയ്യുന്നത് തടയാൻ വേണ്ടിയാണ് ഈ ക്രമീകരണം. ഭക്ഷണം തയ്യാറാക്കുന്നതിനും വിതരണത്തിനും മേൽനോട്ടം വഹിക്കുന്നതിന് പ്രത്യേക ഉദ്യോഗസ്ഥരെയും നിയോഗിച്ചിട്ടുണ്ടെന്ന് കളക്ടർ പ്രസ്താവനയിൽ പറയുന്നു. ജില്ലാ ഫുഡ് സേഫ്റ്റി ഓഫീസറുടെ നേതൃത്വത്തിൽ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരും ഫയർഫോഴ്സും ചേർന്നാണ് രക്ഷാദൌത്യത്തിൽ ഏർപ്പെട്ടിട്ടുള്ളവർക്ക് ഭക്ഷണം വിതരണം ചെയ്യുന്നത്. 3600 പേർക്കുള്ള പ്രഭാത ഭക്ഷണവും 5500 പേർക്കുള്ള ഉച്ചഭക്ഷണവും ഇവർക്കായി എത്തിച്ചു. 4 ജീപ്പിലും ഒരു മിനി ലോറിയിലുമായി ആവശ്യമായ വെള്ളവും എത്തിച്ചിട്ടുണ്ട്. ഓരോ സോണുകളിലേക്കും പ്രത്യേകം വാഹനങ്ങളിലാണ് ഭക്ഷണം എത്തിച്ചത്. മേപ്പാടി പോളിടെക്നിക് കോളേജിൽ സജ്ജീകരിച്ച പൊതു അടുക്കളയിൽ തയ്യാറാക്കിയ ഭക്ഷണവും വിവിധ സന്നദ്ധ സംഘടനകളും മറ്റും കളക്ഷൻ പോയിന്റുകളിൽ എത്തിച്ച ഭക്ഷണവുമാണ് വിതരണം ചെയ്തതെന്ന് കളക്ടർ അറിയിച്ചു. പുഞ്ചിരിമട്ടം, മുണ്ടക്കൈ, സ്കൂൾ പരിസരം, ചൂരൽമല ടൗൺ, വില്ലേജ് ഏരിയ, പുഴയുടെ താഴ്വാരം എന്നിങ്ങനെ 6 സോണുകളിൽ വിവിധ സേനകളിൽ നിന്നായി 1300 പേരും 188 ടീമുകളായി 1705 വോളണ്ടിയർമാരുമാണ് രക്ഷാദൌത്യത്തിലുള്ളത്. ഓരോ സോണുകളിലേക്കും പ്രത്യേകം വാഹനങ്ങളിലാണ് ഭക്ഷണം എത്തിച്ചത്. അതേസമയം മുണ്ടക്കൈ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഭക്ഷണ വിതരണത്തിനായി ചിലർ പണപ്പിരിവ് നടത്തുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. അതിലൊരു ശ്രദ്ധ വേണമെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിൽ എല്ലാം ജനകീയമാണ്. വളരെ ആത്മാർത്ഥമായി പാചകം ചെയ്ത് ഭക്ഷണം വിതരണം ചെയ്യുന്നവരുണ്ട്. അവരെല്ലാം ബഹുമാനിക്കുന്നു. അവർ ചെയ്തതൊന്നും ചെറുതായി ആരും കാണുന്നുമില്ല. എന്നാൽ ഭക്ഷണം കഴിച്ചിട്ട് ചില പ്രയാസങ്ങൾ നേരിട്ടവരുണ്ട്. സൈനികർ ഉൾപ്പെടെ രക്ഷാപ്രവർത്തനത്തിലെ ആളുകൾക്ക് അങ്ങനെ ആവുമ്പോൾ ബുദ്ധിമുട്ടാണ്. ഭക്ഷണത്തിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തണം. ഭക്ഷണം നൽകുന്നതിന്റെ പേരിൽ വ്യാപകമായ പണപ്പിരിവ് നടത്തുന്നുണ്ടെന്ന ആക്ഷേപം ഉയരുന്നുണ്ട്. അതിലൊരു ശ്രദ്ധ വേണമെന്നാണ് PA മുഹമ്മദ് റിയാസ് പറഞ്ഞത്. വാളണ്ടിയർ പ്രവർത്തനത്തിൽ ആവശ്യമുള്ള വളണ്ടിയർമാർ മതി. നല്ല നിലയിൽ പ്രവർത്തിക്കുന്നവരാണ് എല്ലാ വളണ്ടിയർമാരും മാധ്യമങ്ങളും. എന്നാൽ ഇതൊന്നുമല്ലാതെ ചിലർ വരികയും വീഡിയോ എടുക്കുകയും ചെയ്യുന്നുണ്ട്. ദുരന്ത ടൂറിസമായി ഇതിനെ കാണുന്നവരുണ്ട്. ഇതിൽ നിയന്ത്രണം കൊണ്ടുവരണമെന്നും മന്ത്രി പറഞ്ഞു.